ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളോടൊപ്പം പുണ്യവർമ്മ സാന്നിധ്യം ഷെയർ മാർക്കറ്റ് റിവ്യൂ പരിപാടിയുമായിട്ട് നമ്മളിന്ന് ഒരു പുതിയ എപ്പിസോഡുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് വോളിയം ഡെലിവറി. എന്താണ് വോളിയം ഡെലിവറി എന്നതാണ്. എൻ്റെ പ്രേക്ഷകരിൽ പലർക്കും അതിനെക്കുറിച്ച് അറിയാത്തവരും കാണും. എന്നാൽ സമീപകാലത്ത് ചില ബ്രോക്കേഴ്സ് അതിൽ ചില അപ്ഡേറ്റുകൾ നടത്തിയിട്ടുണ്ട്. അതെന്താണ് എന്ന് നോക്കാം. വിവിധ തരം ട്രേഡേഴ്സ് ഉണ്ട്. സ്കാൽപ്പേഴ്സ്, ഇൻട്രാഡേ ട്രേഡേഴ്സ്, സ്വിംഗ് ട്രേഡേഴ്സ്, മറ്റൊരു വിഭാഗം ലോങ് ടേം ട്രേഡേഴ്സ് അഥവാ ഇൻവെസ്റ്റേഴ്സ്. ആദ്യത്തെ രണ്ട് വിഭാഗത്തിൽപ്പെട്ടവർക്ക് സ്റ്റോക്കിൻ്റെ ഡെലിവറിയും നോക്കേണ്ട കാര്യമില്ല. സ്കാൽപ്പേഴ്സ് ഒരു ട്രേഡിംഗ് ദിനത്തിൽ തന്നെ നിരവധി തവണ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നവരാണ്. അവർ ഒരു സ്റ്റോക്ക് ഒരു ദിവസത്തേക്ക് പോലും ഹോൾഡ് ചെയ്യുന്നില്ല. വളരെ കുറഞ്ഞ സമയത്തേക്ക് മാത്രം കൈവശം വയ്ക്കുന്നു. അതായത് ഏതാനും മണിക്കൂറുകൾക്കോ അല്ലെങ്കിൽ മിനിറ്റുകൾക്കോ അതിലും കുറഞ്ഞ സമയത്തേക്ക് മാത്രമാണ് സ്കാൽപ്പേഴ്സ് സ്റ്റോക്കുകൾ കൈവശം വയ്ക്കുന്നത്. അതിനിടയിൽ ചുരുങ്ങിയ ലാഭമെടുത്ത് മാറി മറ്റൊരു സ്റ്റോക്കിലേക്ക് പോകും. ഇതാണ് അവരുടെ രീതി. അവർക്ക് ഡെലിവറി വോളിയം നോക്കേണ്ട കാര്യമില്ല. കാരണം അവർ ഡെലിവറി എടുക്കുന്നില്ല. ഡെലിവറി വോളിയം എന്ന് പറഞ്ഞാൽ നമുക്ക് പലർക്കും അറിയാത്തവരുണ്ടാവും. എത്ര ഡെലിവറി എടുക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു 2 ലക്ഷം സ്റ്റോക്ക്, അതിൻ്റെ ഷെയർ മൊത്തം ട്രേഡ് നടന്നു കൂട്ടാം. അങ്ങനെ മൊത്തം ട്രേഡ് നടന്നതിൻ്റെ ഒരു നിശ്ചിത ശതമാനം ഡെലിവറി ആയിരിക്കും. അതാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത്. ഇൻട്രാഡേ ട്രേഡേഴ്സോ അല്ലെങ്കിൽ സ്കാൽപ്പേഴ്സോ ഒരിക്കലും ഡെലിവറി എടുക്കുന്നില്ല. കാരണം അവർ അന്ന് ആ ട്രേഡിംഗ് ദിനത്തിൻ്റെ ഉള്ളിലായിട്ട് അത് അവസാനിക്കുന്നതിന് മുൻപായിട്ട് അവർ വിറ്റ് ഒഴിവാകും. അപ്പോൾ അവർ വോളിയം, ഈ സ്റ്റോക്കിനോ വോളിയം എത്ര കണ്ടുണ്ടെന്ന് നോക്കേണ്ട കാര്യമില്ല. മറിച്ച് ഇൻവെസ്റ്റേഴ്സിനോ അതല്ലെങ്കിൽ സ്വിംഗ് ട്രേഡേഴ്സിനോ അതിൻ്റെ നിർബന്ധമായിട്ടും നോക്കേണ്ട കാര്യമുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് എത്ര കണ്ട് സ്റ്റോക്ക് ഡെലിവറി നടക്കുന്നുണ്ട്, എത്ര ഡെലിവറി എടുക്കുന്നുണ്ട്. ചില സ്റ്റോക്കുകൾ വെറും ട്രേഡിംഗ് സ്റ്റോക്കുകളാണ്. അതിന് ചിലപ്പോൾ വലിയ ഡെലിവറി ഉണ്ടാവില്ല. അപ്പോൾ ഈ ഡെലിവറിയുടെ എത്ര ശതമാനം ഏകദേശം വേണം, എത്ര ശതമാനം ഡെലിവറി ഉണ്ടായാലാണ് നമുക്കത് ഈ സ്വിംഗ് ട്രേഡിങ്ങിനോ അല്ലെങ്കിൽ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിനോ ഒക്കെ എടുക്കാൻ പറ്റുക എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കിയിരുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അത് ഏകദേശം എത്ര % ഉള്ളത് നമുക്ക് തുടർന്നുള്ള ഭാഗത്ത് അത് പറഞ്ഞു വരുന്നുണ്ട്. രണ്ടാമത്തെ വിഭാഗമായ ഇൻട്രാഡേ ട്രേഡേഴ്സിനും ഡെലിവറി വോളിയം എടുക്കേണ്ട കാര്യമില്ലെന്ന് നമ്മൾ സൂചിപ്പിച്ചു. അടുത്ത വിഭാഗമായ സ്വിംഗ് ട്രേഡേഴ്സിനും ദീർഘകാല ട്രേഡേഴ്സ് അഥവാ നിക്ഷേപകർക്കും നിർബന്ധമായും ഡെലിവറി വോളിയം നോക്കേണ്ടതുണ്ട്. അത് പലരും നോക്കാറില്ല എന്നുള്ളതാണ് ഒരു വിഷയം. അങ്ങനെ നോക്കാതെ അതിനെപ്പറ്റി കൂടുതൽ പരിജ്ഞാനം ഇല്ലാണ്ടോ അല്ലാതെ അറിയാണ്ടോ അല്ലെങ്കിൽ സമയമില്ലാണ്ടോ പല കാരണങ്ങൾ കൊണ്ട് അത് നോക്കാതെ പോകാറുണ്ട്. അത് പലപ്പോഴും ഉദ്ദേശിച്ച സമയത്ത് ലാഭം കിട്ടില്ല. ചിലപ്പോൾ പലപ്പോഴും നഷ്ടം വരും. കുറച്ച് വെച്ച് ഇരുന്നത് കൊടുക്കേണ്ടതായിട്ട് വരും. കാരണം അത് ചിലപ്പോൾ ട്രേഡിംഗ് സ്റ്റോക്കായിരിക്കും നിങ്ങൾ എടുത്തിട്ടുണ്ടാവുക. ഓക്കെ, അതെന്തൊക്കെയാണെന്ന് നോക്കാം. വിവിധ തരം ട്രേഡേഴ്സ് ഉണ്ട്. സ്കാൽപ്പേഴ്സ്, അത് നമ്മൾ സൂചിപ്പിച്ചു. രണ്ടാമത്തെ വിഭാഗം നമ്മൾ പറഞ്ഞു, ഇൻട്രാഡേ ട്രേഡേഴ്സിനും ഡെലിവറി വോളിയം ബാധിക്കുന്നില്ല. കാരണം അവർ പെട്ടെന്ന് വിറ്റൊഴിഞ്ഞ് പോകുന്ന രീതിയിലാണ് അവരുടെ ട്രേഡ് നടക്കുന്നുള്ള ഇത് പറഞ്ഞു. പക്ഷേ ഈ ഇൻവെസ്റ്റേഴ്സിനും സ്വിംഗ് ട്രേഡേഴ്സിനും അത് നോക്കിയില്ലെങ്കിൽ ഉദ്ദേശമാതിരി ലാഭം ഉണ്ടാവില്ല എന്ന് മാത്രമേ നഷ്ടം ഉണ്ടാവില്ല. ആ കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിച്ചു. ഡെലിവറി വോളിയം എങ്ങനെ കണ്ടെത്താനാകും? അതാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം. എങ്ങനെയാണ് ഡെലിവറി വോളിയം കണ്ടെത്തുക? അത് വലിയ പ്രശ്നമാണ്. അത് ശരിക്കും സാധാരണഗതിയിൽ ഒരു സ്റ്റോക്കിൻ്റെ വോളിയം കണ്ടെത്താൻ എളുപ്പമാണ്. സ്റ്റോക്കിൻ്റെ വോളിയം നമുക്ക് കണ്ടെത്താൻ വേണ്ടി എളുപ്പമാണ്. ഡെലിവറി വോളിയം രണ്ടാണെന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ. വോളിയം എന്ന് പറയുമ്പോൾ മൊത്തം ട്രേഡ് ചെയ്ത് ഒരു ദിവസം ട്രേഡ് ചെയ്ത് അതിൻ്റെ ഷെയർ, സ്റ്റോക്കിൻ്റെ ഷെയർ, അതല്ലെങ്കിൽ സ്ക്രിപ്പ് ഇത് എത്ര കണ്ട് സെൽ ചെയ്തു അല്ലെങ്കിൽ ബൈ ചെയ്തു, അതൊക്കെ ഉദ്ദേശമാതിരി അറിയാൻ പറ്റില്ല. വോളിയം മാത്രമേ അറിയാൻ പറ്റുള്ളൂ. വോളിയം നോക്കി നമ്മൾ അതിൻ്റെ ക്യാൻഡിൽ സ്റ്റിക്കുകളുടെ നിറവും അതെങ്ങോട്ട് കയറി പോകുന്നു എങ്ങോട്ട് വരുന്നു എന്നൊക്കെ നോക്കിയാൽ അതിൻ്റെ വോളിയം ഏകദേശം മനസ്സിലാക്കാൻ പറ്റും. എത്ര വോളിയം ആയിരിക്കും ബൈ ചെയ്തിട്ടുണ്ടാവുക, എത്രയാണ് സെൽ ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ ഇതിലെത്രയാണ് ഹോൾഡ് ചെയ്യുന്നതാണ് ഈ ട്രേഡേഴ്സിന്, ഈ ഇൻവെസ്റ്റേഴ്സ് അഥവാ ലോങ്
ടൈം ട്രേഡേഴ്സ് അതല്ലെങ്കിൽ സ്വിംഗ് ട്രേഡേഴ്സിനെ ബാധിക്കുന്ന വിഷയം നമ്മൾ പറഞ്ഞല്ലോ. ഉദാഹരണത്തിന് ഇതിനായിട്ട് നമ്മൾ പലപ്പോഴും പല സൈറ്റുകളിലും കയറി ഇറങ്ങേണ്ടതായിട്ട് വരും, ഇങ്ങനെയുള്ള ഈ ഡെലിവറി വോളിയം കണ്ടെത്താൻ വേണ്ടിയിട്ട്. ആ സമയത്ത് സാധാരണ വോളിയം നമുക്ക് ഈ നമ്മളുടെ ഈ സൈറ്റിൽ ഇപ്പോൾ സീറോതാണെങ്കിലോ ഏഞ്ചൽ വൺ ആണെങ്കിലോ ICICI ആണെങ്കിലോ അതിൽ തന്നെ നമുക്ക് ഈ സ്റ്റോക്കുകൾക്കൊപ്പം ക്ലബ് ചെയ്തിട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു രീതിയുണ്ട്. അതിന് വോളിയം കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ അതിങ്ങനെ കയറി ഇറങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇത് അങ്ങനെയല്ല. ഈ ഡെലിവറി വോളിയം കണ്ടെത്താൻ വേറെ തന്നെ മാർഗമുണ്ട്. അതിന് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. ഇതിനായി പല സൈറ്റുകൾ വിസിറ്റ് ചെയ്യേണ്ടതായി വരും എന്ന് നമ്മൾ സൂചിപ്പിച്ചല്ലോ. ഉദാഹരണത്തിന് NSC എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പ്രധാന ബ്രോക്കേഴ്സാണ്. NSCയുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അതിൽ അധികം കുറേ പേര് ആശ്രയിക്കുന്ന NSC ആണ്. BSE അധികം പേര് ആശ്രയിക്കാറില്ല, അത് BSEയിലുണ്ട്. NSC, മണി കൺട്രോൾ, ഇങ്ങനെ കുറേ സൈറ്റുകളുണ്ട്. വേറെ ചില സൈറ്റുകളുണ്ട്, നമുക്കത് പരിചയപ്പെടുത്താം. ഈ സൈറ്റുകളിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാഴ്ചത്തേക്കോ ഒക്കെയുള്ള ഇത് കാണാൻ പറ്റും നമുക്ക്. പക്ഷെ അത് നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു ഉദാഹരണത്തിന് എന്നാൽ 10 ദിവസമൊക്കെ പഴയ ഡാറ്റയാണ് സ്വാഭാവികമായിട്ട് ലഭിക്കുന്നത്. സ്വാഭാവികം ഡെലിവറി വോളിയം നിർണ്ണയിക്കുന്നത് മാർക്കറ്റ് ദിനത്തിൻ്റെ ഒടുവിലാണ്. എന്നാൽ തന്നെയും ഇത് സൈറ്റുകളിൽ അപ്ഡേറ്റ് ചെയ്തു വരുന്നതിന് കാലതാമസം ഉണ്ടാകും. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ വൈകി കിട്ടുന്ന ഡാറ്റ കൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാകണമെന്നില്ല. കാരണം 20 സെപ്റ്റംബറിൽ ഒരാൾ ഡെലിവറി വോളിയം മണി കൺട്രോൾ സൈറ്റിൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ 10 സെപ്റ്റംബർ വരെയുള്ള ഡാറ്റയാണ് അയാൾക്ക് ലഭിക്കുന്നത്. അതായത് നമുക്ക് 10 ദിവസം മുന്നത്തെ ഡാറ്റ ആയിരിക്കും ഈ സാധാരണ സൈറ്റുകളിലൊക്കെ ഉണ്ടായിരിക്കുക. അത് ചിലപ്പോൾ ഒരാഴ്ചക്കുള്ളൊക്കെ പുറകിലൊക്കെ കാണാൻ കഴിയും. ആ സമയത്ത് അതുകൊണ്ട് വലിയ പ്രയോജനമില്ല. അതിന് പരിഹാരമായി സീറോദ പുതിയ ഒരു സംവിധാനം കൊണ്ടുവന്നിരിക്കണം. സീറോദയാണ് ഇപ്പോൾ അതിന് പരിഹാരമായിട്ട് ഒരു പുതിയ സംവിധാനം കൊണ്ടുവന്നിരിക്കുന്നത്. അവരുടെ ട്രേഡിംഗ് പോർട്ടലിലോ അതായത് കൈറ്റ് നിങ്ങൾക്കറിയാം ആപ്പിലോ പോയി കഴിഞ്ഞാൽ ഫണ്ടമെൻ്റൽ ചെക്ക് ചെയ്യുമ്പോൾ അതിൽ വരുന്ന ചാർട്ടിൽ നിന്നും ഇത് കണ്ടെത്താനാകും. തലേന്നത്തതോ അതിനു മുമ്പുള്ളതോ ആയ വോളിയവും ഡെലിവറി വോളിയവും എല്ലാം അതിൽ നിന്ന് കൃത്യമായി കണ്ടെത്താനാകും. ഏതാനും ദിവസങ്ങൾ പുറകിലോട്ട് പോയാൽ പ്രസ്തുത സ്റ്റോക്ക് ആളുകൾ ഡെലിവറി എടുക്കുന്നുണ്ടോ എന്നും മനസ്സിലാക്കാനാകും. ഇങ്ങനെ ഡെലിവറി എടുക്കുന്നത് കൂടി വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം പ്രസ്തുത സ്റ്റോക്ക് അപ് ട്രെൻഡിലാണ് എന്നുള്ളതാണ്. ഇങ്ങനെ അപ് ട്രെൻഡിലായി വരുന്ന സ്റ്റോക്കുകൾ കണ്ടെത്തി കൂടുതൽ വോളി എടുക്കുമ്പോൾ ഈ ആളുകൾ ഡെലിവറി വോളി എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർ ഹോൾഡിയാണ്. അപ്പോൾ അവരും ഒരു നമ്മളുടെ ഇതിനോടൊപ്പം പ്രവർത്തിക്കുന്ന മറ്റാളുകൾ, നമ്മുടെ അപ്പുറത്ത് നിൽക്കുന്ന ട്രേഡേഴ്സ് അല്ല ഇൻവെസ്റ്റേഴ്സ്, അവരും ആ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഡെലിവറി വോളിയം എടുക്കുന്നുണ്ടെന്ന് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ അത് മറ്റ് പലരും വാങ്ങിക്കുന്നുണ്ട്. അവരതിൽ ഇങ്ങനെ ഈ സ്വിംഗ് ട്രേഡിങ്ങിനെ ഉദ്ദേശിക്കുന്നുണ്ട്, ലാഭം കിട്ടുന്ന ഉദ്ദേശിക്കുന്നുണ്ടെന്ന് അവർ മനസ്സിലാക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ചിലപ്പോൾ വലിയ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സും ആകാം, പുറത്തുനിന്നുള്ള ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സും ആകാം, ട്രേഡേഴ്സും ആകാം, അതല്ലെങ്കിൽ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ആൾക്കാരാകാം. ഇങ്ങനെ വലിയ ഭീമന്മാർ ഇതിൽ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് മനസ്സിലാക്കണം, അതിലൊരു സാധ്യത കണ്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനോടൊപ്പം കൂടുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു തന്ത്രം. അപ്പോൾ നമ്മൾ അതിനോടൊപ്പം അത് കണ്ട് പഠിച്ചിട്ട് അത് മനസ്സിലാക്കിയിട്ട് അതിനോടൊപ്പം കൂടിക്കഴിഞ്ഞാൽ ലാഭം ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതിനോട് കൂടിയ ലാഭം 12, 14, 20 വരെ ലാഭം കിട്ടാറുണ്ട്. ചിലർ 14, നമ്മളൊക്കെ പലപ്പോഴും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പലപ്പോഴും അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതായത് ഒരു 8% കിട്ടി ഒഴിഞ്ഞ് പിന്നെ വീണ്ടും ഒരു സാധ്യത അതിൽ തന്നെ വരുന്നുണ്ടെങ്കിൽ അതിൽ വീണ്ടും എടുക്കുന്നത് തെറ്റില്ല. പക്ഷേ ഒരു പൊട്ടൻഷ്യൽ ബ്രേക്കൗട്ടാണ് നടന്നിരിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ ആ ബ്രേക്കൗട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒന്ന് വിട്ടിട്ട് വേറെ സ്റ്റോക്കിലേക്ക് തൽക്കാലം പോകുന്നതാണല്ലോ. പക്ഷേ ചില സ്റ്റോക്കുകൾ അങ്ങനെയല്ല, ഇത്തരം സാധ്യതകൾ കൂടുതലുണ്ട്. കുറേ താഴ്ന്നു വന്നിട്ടുള്ള സ്റ്റോക്കാണ്, അതിലെ മാർക്കറ്റ് വലിയ അപ് ട്രെൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊക്കെ ആകുമ്പോൾ വീണ്ടും ഒരു എൻട്രി, ഒരു ചെറിയ കറക്ഷൻ വരുമ്പോൾ വീണ്ടും അതിൽ തന്നെ എൻട്രി എടുക്കുന്നതുകൊണ്ട് തെറ്റില്ല. പക്ഷേ ഇതിൽ നോക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ഈ ഫണ്ടമെൻ്റൽ എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ ഉണ്ട്, ഒരു സ്ക്രിപ്റ്റ്. ഒരു സ്റ്റോക്ക് നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ, സീറോതയിലാണ് ഞാൻ പറയുന്നത്, ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിൽ ഫണ്ടമെൻ്റൽ റൈറ്റ് ക്ലിക്ക് ചെയ്താലും അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ഫണ്ടമെൻ്റൽ എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷനിലേക്ക് പോകുക, അതായത് ചാർട്ട് വെച്ച് കാണിച്ചു തരാം. ഫണ്ടമെൻ്റൽ എന്ന് പറയുന്ന സെക്ഷനിലേക്ക് പോകും. ഈ ഫണ്ടമെൻ്റൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ പല കാര്യങ്ങളും അതിനകത്തുണ്ട്. അതിൽ ഉള്ള ഒരു കാര്യമാണ് എന്താ ഡിവിഡൻഡ് വരുന്ന പല കാര്യങ്ങളും അതിനകത്തുണ്ട്. അതിലുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഈ പറഞ്ഞ ഡെലിവറി വോളിയം. അപ്പോൾ അതിനകത്തൊരു ചാർട്ടുണ്ട്. ആ ചാർട്ടിലൂടെ ആ ചാർട്ട് ഉപയോഗിച്ചിട്ട് നമുക്കിത് കണ്ടെത്താൻ പറ്റും. അതൊരു ടിജോറി
TIJORI എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇത് സീറോതൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്. തിജോറിയായിട്ട് ഇവർ ഒരു ടൈപ്പിലൂടെയാണ് ഇത് ചെയ്യുന്നത്. ഇവർ ആണെങ്കിൽ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഈ തിജോറി എന്ന് പറയുന്നത് ഒരു റിസർച്ച് സ്ഥാപനമാണ്, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് റിസർച്ച് സ്ഥാപനമാണ്. ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് റിസർച്ച് സ്ഥാപനമാണ്. അപ്പോൾ അതിൻ്റെ സപ്പോർട്ടോടുകൂടിയാണ് ഇത് ചെയ്യുന്നത്. തിജോറി എന്ന് നമുക്കതിൽ കാണാൻ പറ്റും, സപ്പോർട്ട് പവർഡ് ബൈ തിജോറി എന്ന് പറഞ്ഞിട്ട് കാണിക്കും. കൂടുതൽ ക്ലാരിഫിക്കേഷൻ നമുക്ക് ചാർട്ട് പരിശോധിച്ച് നോക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വോളിയം ഡെലിവറി കണ്ടെത്താൻ പറ്റും എന്നുള്ളതാണ്. എത്ര വോളിയം ഡെലിവറി എടുത്തിട്ടുണ്ട്, അത്തരം കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ തിജോറിയുടെ സപ്പോർട്ടോട് കൂടിയിട്ട് സീറോതിൽ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് മുൻപായിട്ട് നമുക്ക് മറ്റ് ചില സൈറ്റുകളിൽ നിന്ന് നോക്കുന്ന രീതി, ആ ഒരു കാര്യത്തിലേക്കും കൂടി നമുക്ക് പോകാം. ആദ്യം നമുക്ക് മണി കൺട്രോളിൻ്റെ NSE ഉണ്ട്, പിന്നെ മണി കൺട്രോളിൻ്റെ സൈറ്റിൽ പോയി നോക്കാം. മണി കൺട്രോളിൻ്റെ സൈറ്റിൽ ഇതിപ്പോൾ മണി കൺട്രോൾ എടുത്തു. മണി കൺട്രോളിൻ്റെ സൈറ്റിൽ അത് ഓപ്പൺ ആവണില്ല. മണി കൺട്രോൾ സൈറ്റിൽ നമുക്ക് ഡയറക്റ്റ് സെർച്ച് ചെയ്താലും കിട്ടും. ഡെലിവറി അതല്ലെങ്കിൽ സൈറ്റിൽ പോയിട്ട് എടുക്കുകയും ചെയ്യാം. ടോപ്പ്, ഉദാഹരണത്തിന് നമുക്ക് ടോപ്പ് ഡെലിവറി വോളിയം നോക്കാം. ടോപ്പ് ഡെലിവറി വോളിയം സ്റ്റോക്സ്. ടോപ്പ് ഡെലിവറി വോളിയം സ്റ്റോക്സ് നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഇപ്പോൾ അതിൽ BSEയുടെ ഒരു 100 ഡെലിവറബിൾ വോളിയം ഇതിൽ കാണിക്കുന്നുണ്ട്. പക്ഷെ അത് സൈറ്റ് ഓപ്പൺ ആയിട്ട് വരുന്നില്ല, എന്താ ചെറിയ സാങ്കേതിക തകരാറുണ്ട്. ഇതിൽ സ്വാഭാവികമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതൊരു 10 ദിവസത്തെ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഒരു 10 ദിവസം പുറകിലേക്കുള്ള ഇത്തിരി പഴയ ഡാറ്റകളാണ് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് വലിയ കാര്യമില്ല. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇപ്പോൾ പലരും ഇപ്പോൾ ഇതുവരെ ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ അടുത്താണ്, ഇപ്പോൾ വളരെ കുറഞ്ഞ ഒരു സമയത്തിലാണ് ഇപ്പോൾ ഇവരത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. സീറോതക്കാർ ഈ പുതിയ മെത്തേഡ് ഉപയോഗിച്ചിട്ട് തുടങ്ങിയിട്ടുള്ളത്. ഇതാണ് ഇപ്പോൾ ഈ മണി കൺട്രോളിൻ്റെ സൈറ്റാണ്. പക്ഷേ സൈറ്റിൽ ഈ സംഗതി ഇപ്പം കാണിക്കുന്നില്ല. അതെന്താണെന്ന് അറിയില്ല. അത് എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ ആവും. ഇതിലൊന്നുകൂടി നോക്കി നോക്കാം നമുക്ക്. മണി കൺട്രോൾ ടോപ്പ് ഡെലിവറി വോളിയം സ്റ്റോക്സ്. അത് വീണ്ടും അങ്ങനെ കറങ്ങി നിൽക്കണം. അത് അങ്ങോട്ട് അതിനകത്ത് പോകുന്നില്ല എക്സാക്റ്റ്. ഇനി അതല്ല നമുക്ക് വേറെ ഏതെങ്കിലും ഇതിനെ അത് നോക്കാം. നമുക്ക് വേറെ ഏതെങ്കിലും ഒരു സൈറ്റ് നോക്കി നോക്കാം. NSEയിൽ പോയി നോക്കാം. അവരുടെ തന്നെ NSE, മണി കൺട്രോളിൻ്റെ NSEയിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ നോക്കാം. NSEയിൽ വന്നിട്ട് അതിങ്ങനെ കറങ്ങി നിൽക്കണത്, അതിനകത്തേക്ക് പോകുന്നില്ല. അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കത് വരുന്നുണ്ടാവും നോക്കാം. തൽക്കാലം നമുക്ക് വേറൊരു സൈറ്റ് ഉണ്ട്. മറ്റൊരു സൈറ്റ് കുറച്ചുകൂടി ആയിട്ടുള്ള സൈറ്റാണ്, നല്ല സൈറ്റാണ്. ഈ സൈറ്റാണത് മറ്റേ നിർമ്മൽ ബാങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രോക്കേഴ്സാണ്. അപ്പോൾ അവരുടെ അടുത്ത് നമുക്ക് ഇത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് NSEയിലുള്ള സ്റ്റോക്കുകളാണ്. NSE നമുക്ക് ഒരു NSE തന്നെ എടുക്കാം നമുക്ക്. പിന്നെ NSEയിൽ ഇപ്പോൾ ഇതിൽ നമുക്ക് ഇത് അത് നോക്കട്ടെ, അതെന്തോ മറ്റുള്ള സൗണ്ടുകളൊക്കെ വരുന്നുണ്ട്. അവരുടെ സൈറ്റിൽ നിന്നുള്ള ശബ്ദങ്ങളാണ്. അപ്പോൾ അത് സൈറ്റോടെ നിൽക്കട്ടെ. നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ട്, ഈ സോറി, നമുക്ക് ഈ മണി കൺട്രോളിൻ്റെ സൈറ്റിലേക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ഡെലിവറബിൾ ആയിട്ടുള്ള, ഡെലിവറി ചെയ്ത് കഴിഞ്ഞിട്ടുള്ള സ്റ്റോക്കുകളെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഇപ്പോൾ കഴിഞ്ഞ 6-ാം തീയതി മുതലാണ് ഇതിൽ കണക്ക് വരുന്നത്. ഈ കുറച്ച് മുന്നുള്ള ഡാറ്റാസാണ് നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതിൽ വന്നിട്ട് ഒരു ആഡ് വരുന്നുണ്ട്. ആഡ് കൂടെ ഇതിപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ NSEയിലാണ് എടുത്തിട്ടുള്ളത്. NSE ഇത് കമ്പൈൻഡ് ആണ്. NSE നമുക്ക് നിഫ്റ്റി നോക്കാം. നിഫ്റ്റി 100, നിഫ്റ്റി തന്നെ നോക്കി നോക്കാം. നിഫ്റ്റി എത്ര കണ്ട് വരുന്നുണ്ടെന്ന് നോക്കാം. നിഫ്റ്റി CNX നിഫ്റ്റി അതിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഈ അഡാനി, അത് വീണ്ടും അത് ചെയ്യാൻ തുടങ്ങി. അത് കുറച്ച് ഡിലേ ഉണ്ട്, സൈറ്റിന് ഡിലേ ആകുന്നുണ്ട്.
അപ്പോൾ ഓക്കെ, നമ്മളതിൻ്റെ ബേസിക് സെറ്റിങ്ങിലേക്ക് പോകാൻ പറ്റുന്നുണ്ടോ എന്ന് ഒന്നുകൂടി നോക്കട്ടെ. ഇല്ലെങ്കിൽ ഇത് മറ്റേ നിർമ്മൽ ബാങ്കിൻ്റെ സൈറ്റിലേക്ക് പോയിട്ട് അതിലും നോക്കാം. നിർമ്മൽ ബാങ്കിൻ്റെ സൈറ്റിലും കുഴപ്പമില്ല, പക്ഷെ അതിൽ ഒരുപാട് ആഡുകൾ കയറി വരുന്ന ഒരു ഇതുണ്ട്. ഇത് നിർമ്മൽ ബാങ്കിൻ്റെ സൈറ്റാണത്. ഇതിലിപ്പോൾ കാണിക്കുന്നത് വോളിയം നമുക്കിവിടെ കാണാം. പ്രൈസ് എല്ലാ സൈറ്റും ഇപ്പോൾ വളരെ സ്ലോ ആണ്, ഇന്ന് സ്ലോ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് അതിൻ്റെ ആഡ് കണ്ടവനുണ്ട് അവർക്ക്. ആഡാണ് അവരുടെ ഒരു വരുമാനം എന്ന് പറയുന്നത്. ഇതാണ് അവരുടെ നിർമ്മൽ ബാങ്ക്, അതൊരു ബ്രോക്കേഴ്സാണ്. ഇതിൻ്റെ നമ്മൾ വീണ്ടും ഇവരുടെ ഇതിലേക്ക് തന്നെ പോയിട്ടുണ്ട്. വീഡിയോയിൽ സൗണ്ട് ക്യാൻസൽ, വീഡിയോ വേണ്ട നമുക്ക്. അപ്പോൾ ഇത് വന്നിട്ട് അഡാനിയുടെ ഇത് കാണിക്കുന്നുണ്ട്. അഡാനി എൻ്റർപ്രൈസസ് ഡെലിവറി വോളിയം 34.8%. 5 ദിവസത്തെ ആവറേജ് ആണിത്. 5 ഡേയ്സ് ആവറേജ് ആണ് കാണിക്കുന്നത്. ഇങ്ങനെയൊക്കെ ഇതിൽ കിട്ടുള്ളൂ. 5 ഡേയ്സ് ആവറേജ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ വന്നിട്ടുള്ള മറ്റൊരെണ്ണം എന്ന് പറഞ്ഞാൽ, ഇതിങ്ങനെ ഇതിൽ നിന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് ഈ മാർക്കിങ്, ആരോ മാർക്കിങ് ക്ലിയർ ആയിട്ട് കാണില്ല, വായിച്ച് മനസ്സിലാക്കണം. ആരോ മാർക്ക് ഇതിൽ നിന്ന് കാണാനുള്ള ഒരു സംവിധാനം അതിൽ കുറവാണ്. മാർക്ക് ചെയ്യാൻ സംവിധാനം ഇല്ല എന്ന് വേണം പറയാം. അഡാനിയുടെ നമുക്കിത് ഇങ്ങനെ ഇത് സൈറ്റ് എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. ഇത് അഡാനിയുടെ എത്ര പോയിട്ടുണ്ട്. അഡാനി എൻ്റർപ്രൈസസ് ആണ്. അഡാനി എൻ്റർപ്രൈസസ് നല്ലതാണ്, പക്ഷേ അഡാനി പലപ്പോഴും ഓരോ ന്യൂസ് വരുമ്പോൾ താഴ്ന്നു പോകുന്ന സ്ഥാപനമാണ്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ചെയ്യാൻ. അത് നമ്മളാരും റെക്കമെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ അഡാനി നല്ല ഡെലിവറി കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അഡാനി എൻ്റർപ്രൈസസ് മീൻസ് അതിൽ ആളുകൾ എൻഗേജ്ഡ് ആയിട്ടുണ്ട്. അത് ഒരു സമീപ ഭാവിയിൽ തന്നെ ഇപ്പോൾ മാർക്കറ്റിൽ റിസൾട്ടൊക്കെ വന്നു തുടങ്ങുന്ന സമയമാണ്. അപ്പോൾ അതിനൊരു വളർച്ച ഉണ്ടാവും. അപ്പോൾ സ്വിങ്ങിന് പറ്റിയ ഒരു ടൈമാണ് ഇപ്പോൾ. അതുപോലെ തന്നെ കുറേ കമ്പനികളുണ്ട്. ഈ ചെറിയ ചെറിയതും അല്ലെങ്കിൽ അത്ര ഫേമസ് അല്ലാത്ത കമ്പനികളിൽ നിന്ന് വിട്ട് നിൽക്കുന്ന നല്ലത്. നല്ല കമ്പനികൾ ആയിട്ട് അറിയപ്പെടുന്ന നല്ല ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള. അപ്പോൾ MMTC ഉണ്ട്. MMTC നല്ല കമ്പനി, പക്ഷേ അത് 36.48 അതിൻ്റെ ഡെലിവറി വോളിയം. അത് ടോട്ടൽ ഡെലിവറി വോളിയം കിട്ടിയതിൻ്റെ 36 പക്ഷേ അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു 50ൻ്റെ മുകളിൽ കാണുകയാണെങ്കിൽ നല്ലതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ 36-38 പകരം 50ൻ്റെ മുകളിൽ ഡെലിവറി ഉള്ള സ്റ്റോക്കുകൾ, അത് കുറവായിരിക്കും. അത്തരം സ്റ്റോക്കുകൾ നോക്കി എടുക്കുന്ന നല്ലത്. എന്ന് വെച്ചാലും ഫണ്ടമെൻ്റലി മോശമായിട്ടുള്ള, അത്ര ഫേമസ് അല്ലാത്ത, അത്ര അറിയപ്പെടുന്നതല്ല, നല്ലതല്ലാത്ത വളരെ ചെറിയ കമ്പനികളൊന്നും എടുക്കാൻ പോകണ്ട. അത് ബുദ്ധിമുട്ടായിത്തീരും. അപ്പോൾ ഇതൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ലാതെ നമ്മൾ പറഞ്ഞു ചെയ്തു. അതുകൊണ്ട് കുറേ കാലത്തെ പരിശ്രമം കൊണ്ടും 10-20 വർഷത്തിലേറെ ഇതിലുള്ള റിസർച്ച്, ICICI, ജിറോദ, അതിലൊക്കെ ആയിട്ടുള്ള റിസർച്ചും പിന്നെ നമുക്ക് 5-6 NSEയുടെ സർട്ടിഫിക്കറ്റുകളൊക്കെ കിട്ടുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിലെല്ലാം നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ പോയി അറിയാൻ പറ്റും. അതൊക്കെ വലിയ ചിലവ് കൂടിയ കോഴ്സുകളാണ്. അതൊക്കെ പഠിക്കുമ്പോഴാണ് ഓരോ കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നത്. ഇതൊക്കെ പെയ്ഡാണ് ആൾക്കാർ ഇത് ക്ലാസ് കൊടുക്കുന്നത്. നമ്മൾ പെയ്ഡായിട്ടല്ല ചെയ്യുന്നത്. അപ്പം PTC ഇന്ത്യ നല്ല കമ്പനിയാണ്. PTC ഇങ്ങനെയുള്ള നല്ല കമ്പനികൾ നോക്കിയിട്ട് നമ്മൾ വാങ്ങിക്കാതെ. ആഡ് കണ്ടവനം വരുന്നുണ്ട്. ആഡ് ബ്ലോക്കർ ഇട്ടിട്ടില്ല, ആഡ് ബ്ലോക്കർ ഇടണം അതിൽ. അപ്പോൾ ഇത്തരം കമ്പനികളെ നമുക്ക് നോക്കാം. അത് കൂടാതെ ഇപ്പം നമ്മൾ ഇവരുടെ സൈറ്റിലും ബ്ലോക്ക് കൂടുതലാണ്. നിർമ്മൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ ഈ കമ്പനി, ഇവരുടെ അടുത്തും കുറേ പോയാൽ ഇത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ETF ഇതൊക്കെ നിഫ്റ്റി 50 ETF ആണ് കാണുന്നത്. ETF ഒക്കെ നല്ല വോളിയുണ്ട്. ETF പൊതുവെ നല്ല വോളിയം ഉണ്ടാവും. ETF നമുക്ക് ഒന്നും നോക്കാണ്ട് എടുക്കേണ്ട ഇതുള്ളൂ. ഗോൾഡ് ETF അല്ലെങ്കിൽ നിഫ്റ്റി 50 ETF, നെക്സ്റ്റ് നിഫ്റ്റി ETF, ഇതൊക്കെ ഒന്നും നോക്കാതെ നമുക്ക് എടുക്കാവുന്ന കാര്യങ്ങളോ. അതിലൊന്നും നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അത് നമ്മൾ ഉദ്ദേശിച്ച വളർച്ച കിട്ടില്ല. അപ്പോൾ സ്റ്റോക്കൊക്കെ വളരുന്ന പോലെ ETF വളരില്ല. അത് മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. മ്യൂച്വൽ ഫണ്ട് ബേസ് ചെയ്തിട്ട് തന്നെയാണ് അത് പോകുന്നത്. അപ്പോൾ മറ്റുള്ള ഇതുപോലെ തന്നെ നമുക്ക് ഇതിൽ നിന്ന് ആശ്രയിച്ചാൽ ഇത്രയൊക്കെ നമുക്ക് കിട്ടുള്ളൂ. ഒരു കുറച്ച് ദിവസം ബാക്കിലേക്കുള്ളതാണ് കിട്ടുക എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. നമുക്കപ്പോൾ ഈ സീറോദ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഈ തിജോറിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള കാര്യം എന്താണെന്ന് നോക്കാം. അതാണ് ഇപ്പോൾ ഇതിൽ പ്രധാന കാര്യം. തിജോറി ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ഇത് ക്ലോസ് ചെയ്യാം. ഇത് നമ്മൾ നിങ്ങൾ സീറോദ അക്കൗണ്ട് ഉള്ള ഒരാളാണ്. സീറോദ അക്കൗണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ മറ്റുള്ള രീതിയിൽ അത് പോകേണ്ടതായിട്ട് വരും, മറ്റു കാര്യങ്ങൾ എടുക്കേണ്ടതായിട്ട് വരും. സീറോദ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നമുക്ക് ഇതിലൂടെ ഈ കാര്യങ്ങൾ എടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ സീറോദയിൽ പോയിട്ട് നമ്മൾ സീറോദ സ്കിപ്പായി, ഇല്ല കുഴപ്പമില്ല. ഇത് സീറോദയുടെ പ്ലാറ്റ്ഫോമാണ്. സീറോദയുടെ പ്ലാറ്റ്ഫോമിൽ ഇപ്പം നിങ്ങൾക്ക് ഏതാ സ്റ്റോക്ക് വെച്ചാൽ നിങ്ങളെ വാച്ച് ലിസ്റ്റുള്ള സ്റ്റോക്കോ അതിൽ നിങ്ങളുടെ കയ്യിൽ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കോ ഏതെങ്കിലും പോയിട്ട് നമ്മൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ പറയണമെന്നുണ്ട് വെച്ചാൽ ഈ ഒബ്രോയ് റിയാലിറ്റി, ഇത് കാണുന്നത് ഒബ്രോയ് റിയാലിറ്റിയാണ്. ഇതൊന്ന് മാർക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. അത് മാർക്ക് ചെയ്യാൻ അത്ര സംവിധാനങ്ങളില്ല. അപ്പോൾ മറ്റേതുള്ള പോലെ ഈ ചാർട്ടിങ്കിൽ പോലുള്ള ഈ ടൂൾസൊന്നും ഇതിനകത്തില്ല. ഇത് ഒരു
ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണല്ലോ. അപ്പോൾ അതിൻ്റെ പരിമിതി ഉണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിലിങ്ങനെ കാണുമ്പോൾ നമുക്കിങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് വരും ഇവിടെ. കണ്ടോ, അതിപ്പോൾ ഇതിപ്പോൾ ഒബ്രോയാണ്. ഒബ്രോയ് ഇവിടെ നമുക്ക് കാണാം ബൈ, സെല്ല്. പിന്നെ ഇത് ഈ കാണുന്നത് ഇതിൻ്റെ മാർക്കറ്റ് ഡെപ്താണ്. എത്ര സ്റ്റോക്ക് വിറ്റു, എത്ര വാങ്ങി എന്നുള്ളതിൻ്റെ വോളിയം കാര്യങ്ങളോ അന്നത്തെ ഇതായിട്ട് ഇതിൽ നമുക്ക് കാണാൻ പറ്റും. ഇതിലിങ്ങനെ അതിൻ്റെ മാർക്കറ്റ് ഇപ്പോൾ സീറോ കാണിക്കുക, പക്ഷേ മാർക്കറ്റ് ടൈമിൽ എത്ര വോളിയം വിൽക്കുന്നുണ്ട് നമുക്ക് അതിൽ കാണാൻ പറ്റും. പക്ഷേ ഈ ഡെലിവറി വോളിയം ഇതിൽ നമുക്ക് കാണാൻ പറ്റില്ല. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ നമുക്ക് ഇതിൽ ഈ 3 ഡോട്ട്സ് കാണുന്ന ഒരു ഭാഗം കാണുന്നുണ്ടാവും. ഈ 3 ഡോട്ട്സ് കാണുന്ന ഭാഗത്ത് പോയിട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ കുറേ കാര്യങ്ങൾ കാണാൻ പറ്റുന്നത്. ഈ GTT ഓർഡർ ചെയ്യാനുള്ളത്, അതുപോലെ ചാർട്ട്. ഇത് ചാർട്ടാണ്. ചാർട്ട്, പിന്നെ അതുപോലെ ഇത് ചാർട്ടിലേക്ക് പോയി. ഇത് നോർമൽ ചാർട്ടാണ്. അതുകൂടാതെ നമുക്കിതിൽ ഈ ഫണ്ടമെന്റൽസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ടെക്നിക്കൽസ് ഉണ്ട്, ഓപ്ഷൻ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നോക്കാൻ അതിൽ പറ്റും. അതാണ് ഈ സീറോദയുടെ പ്ലാറ്റ്ഫോമിൻ്റെ ഒരു സവിശേഷത. ഇപ്പോൾ ഫണ്ടമെന്റൽസിൽ നമ്മൾ പോവാം. ഫണ്ടമെന്റൽസിൽ പോയി കഴിഞ്ഞാൽ ഇതങ്ങനെ ഫണ്ടമെന്റൽസിൽ നമ്മൾ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഈ ഫണ്ടമെന്റൽസിൽ പോകുമ്പോൾ ഇങ്ങനെ കാണിക്കും. ഇത് കുറേ റവന്യൂ ഉണ്ട്, ഫിനാൻഷ്യൽസ് ഉണ്ട്, ഇവന്റ്. ഇതൊന്നും നമുക്ക് പോകണ്ട. ഐഡിയാസ്, ഇതിലൊന്നും നമുക്ക് പോകണ്ട. ഇത് നേരെ വന്നിട്ട് ഈ ഓവർവ്യൂവിൽ പോവാം. മിക്കവാറും ഓവർവ്യൂലായിരിക്കും സെറ്റായിട്ട് കിടക്കുന്നത്. ഈ ഓവർവ്യൂവിൽ പോയി കഴിഞ്ഞാൽ ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, സീറോയിലുള്ള ആൾക്കാർക്ക് മാത്രമേ അത് പറ്റുള്ളൂ എന്നുള്ളത്. മറ്റുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെർച്ച് ചെയ്തിട്ട് പോകണം. ഇതിൻ്റെ സവിശേഷത എന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം ബാക്കിലുള്ളത്, അതായത് മാർക്കറ്റ് ക്ലോസിംഗ് ടൈം കഴിയുമ്പോഴാണല്ലോ സ്വാഭാവികമായിട്ടും എന്തുണ്ടാവുന്നത്, ഇതിൻ്റെ ഒരു കാൽക്കുലേഷൻ നടക്കുന്നത്. ക്ലോസിംഗ് കഴിയുന്നതിൻ്റെ മുമ്പ് ഡെലിവറി വോളിയം കാൽക്കുലേഷൻസ് നടക്കുന്ന കാര്യമില്ല. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കാൽക്കുലേഷൻ ഉണ്ടാവും. അപ്പോൾ തന്നെ ഇവർ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ അതായത് ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ഇപ്പം ഇന്നിപ്പോൾ എത്ര ഡേറ്റ്, ഇന്നിപ്പോൾ 21 മാർക്കറ്റില്ലാത്ത ദിവസം, 20 കൂട്ടാം. 20-ാം തീയതി നമ്മൾ നോക്കുകയാണെന്നുണ്ട് വെച്ചെങ്കിൽ നമുക്ക് കാണുന്നത് അതിൻ്റെ തലേദിവസത്തെ 20-ാം തീയതിയിലത്തെ നമുക്ക് കിട്ടില്ല. വോളിയം കിട്ടും, പക്ഷെ ഡെലിവറി വോളിയം കിട്ടില്ല. ഡെലിവറി വോളിയം അതിൻ്റെ തലേ ദിവസത്താണ് നമുക്ക് കിട്ടുക, ഒരു ദിവസം പുറകിൽ. അത് കിട്ടിയാൽ മതി, അത് ധാരാളം മതി. അതാണ് ഏറ്റവും പോസിബിൾ ആയിട്ടുള്ള ഇപ്പോൾ നടക്കുന്ന കാര്യം. അപ്പോൾ ഈ ചാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ മുന്നത്തെ ഒക്കെ ഡെലിവറി നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഒബ്രോയുടെ ഡെലിവറി ഇപ്പോൾ ലാസ്റ്റ് അപ്ഡേറ്റ് 19-ാം തീയതിയാണ്. ഇതിൻ്റെ ഡേറ്റ് നിങ്ങൾക്ക് കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കണം. 19-ാം തീയതിയാണ് ഇതിൻ്റെ ലാസ്റ്റ്. ഈ 19-ന് ഇവർക്ക് 52% ഡെലിവറി ഉണ്ടായിട്ടുണ്ട്. 57%, 57.96% ഡെലിവറി വോളിയം ഉണ്ട് ഈ ഒബ്രോയിൽ. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ സ്റ്റോക്ക് കൂടുതൽ ആളുകൾ വാങ്ങുന്നുണ്ടെന്നുള്ളതാണ്. ട്രേഡേഴ്സ് മാത്രം ഒരു 50-ൻ്റെ ഒക്കെ താഴെ അല്ലെങ്കിൽ 40-ൻ്റെ ഒക്കെ താഴെ എന്ന് പറയുമ്പോൾ ട്രേഡേഴ്സ് മാത്രമായിരിക്കും മിക്കവാറും എൻഗേജ് ചെയ്യുന്നുണ്ടാവുക. കുറച്ച് ആൾക്കാരും അത് അത്രയും പേര് മാത്രമല്ലേ വാങ്ങിയിട്ടുള്ളൂ. പക്ഷെ കൂടുതൽ ആളുകൾ വാങ്ങുന്നതാണ് സ്വാഭാവികമായിട്ടും ട്രേഡേഴ്സിനേക്കാൾ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവും. ഇത് നമ്മൾ നേരത്തെ പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ അതിലൊരു ഉദാഹരണത്തിന് ഇത് ഇപ്പോൾ അത്യാവശ്യം ഡെലിവറി ഉള്ള ഒരു ഇതാണത്. ഇപ്പം ഈ ഒബ്രോയിൽ നിന്നാണ് ഡെലിവറി എടുക്കുന്ന സ്റ്റോക്ക്. അതേ സമയത്ത് 7-ാം തീയതി, മെയ് 7 ആണ് കാണിക്കുന്നത്. മെയ് 7 ഇവിടെ വന്നിട്ട് ഇതിൽ കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കും. മെയ് 7 ഇതിൽ വന്നിട്ട് മെയ് 6 വന്നിട്ട് 31% ഉള്ളൂ ഡെലിവറി വോളിയം. അതിങ്ങനെ കൂടി 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 വന്ന് 49-ലേക്ക് പോയി. ജൂൺ 5 49-ലേക്ക് പോയി. അത് 29 ജൂലൈ ആയപ്പോൾ 44-ലേക്ക് വന്നു. വീണ്ടും കുറച്ചുകൂടി കുറഞ്ഞു. ഇപ്പം അതിങ്ങനെ കൂടി കൂടി വരികയാണ്. അപ്പോൾ അത് 48-ലേക്ക് പോയി, 62-ലേക്ക് പോയി. ഇപ്പോൾ ലാസ്റ്റിൽ വന്നിട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 57-ലേക്കാണ്. കൂടിയും കുറഞ്ഞും ഇരിക്കും ഇത്. പക്ഷെ അതിങ്ങനെ കുറേശ്ശെ കൂടി കൂടി വരുന്നുണ്ടെന്നുണ്ടെന്ന് വെച്ചെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ സ്റ്റോക്കുകളിൽ ആളുകൾക്ക് ഡെലിവറി എടുക്കാൻ താല്പര്യമുണ്ട്. ദീർഘകാലത്തേക്കോ അതല്ലെങ്കിൽ സ്വിങ്ങിനോ ഈ സ്റ്റോക്ക് സ്ക്രിപ്റ്റ് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ അതിനോടൊപ്പം നമ്മളും കൂടിയിട്ട് ഒരു നല്ല നിലവാരത്തിലാണ് സ്റ്റോക്ക് വിൽക്കുന്നതെങ്കിൽ ഒരു ആവറേജ് വാല്യൂ ആണ്, ഓവർ വാല്യൂ അല്ല. അണ്ടർ വാല്യൂ ആണെങ്കിൽ നല്ലതാണ്. അണ്ടർ വാല്യൂ ഒന്നും അങ്ങനെ കിട്ടില്ല. അപ്പോൾ ഒരു ആവറേജ് വാല്യൂ ആണ്. ഇത്തിരി PE ഒക്കെ, അത് PE നോക്കിയാൽ അറിയാൻ പറ്റും. മാർക്കറ്റ്, അതായത് ഇൻഡസ്ട്രി PE, അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിൻ്റെ, അതായത് ഇപ്പോൾ ഒബ്രോയ് അതിൻ്റെ PE നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇൻഡസ്ട്രി PE ആയിട്ട് ഏറെക്കുറെ മാച്ച് ആവണം. അധികം കൂടുതലാവരുത്. മിക്കവാറും സ്റ്റോക്കുകളൊക്കെ ഇൻഡസ്ട്രി PE ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു 36 ഇൻഡസ്ട്രി PE എന്ന് കൂട്ടുക. ഇതിപ്പോൾ റിയൽ എസ്റ്റേറ്റ് ഒക്കെയാണ്. അപ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ എൻ്റെ ഇൻഡസ്ട്രി PE നമുക്ക് കാണാൻ പറ്റും. അതിൽ തന്നെ ഉണ്ടാവും. അത് ചെക്ക് ചെയ്യുമ്പോൾ അത് സ്ക്രീനറിൽ പോയിട്ട് നോക്കിയാൽ മതി, അല്ലെങ്കിൽ മണി കൺട്രോളിലും കിട്ടും. അപ്പോൾ ഇൻഡസ്ട്രി PEയുടെ േക്കാൾ താഴെയാണെങ്കിൽ വളരെ നല്ലതാണ്. താഴെയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അത് കയറി വരും. പക്ഷേ താഴെ അങ്ങനെ കിട്ടില്ല. നല്ല സ്റ്റോക്കുകളൊന്നും അങ്ങനെ കിട്ടില്ല. മിക്കവാറും ഒക്കെ കൂടി കിടക്കും. വല്ലാതെ കൂടിയിട്ടുള്ള PE ആണെങ്കിൽ എടുക്കരുത്. അതുപോലെ തന്നെ ഇതിൻ്റെ EPS,
അങ്ങനെയുള്ള കാര്യം കൂടെ നമ്മൾ നോക്കണം. EPS ആകുമ്പോൾ എന്ന് പറഞ്ഞാൽ അവർ ഷെയറിൻ്റെ മുകളിൽ അവരുടെ എന്ത് ലാഭം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ കാര്യങ്ങളൊക്കെ അത് മനസ്സിലാക്കാം. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ബുക്ക് വാല്യൂ അധികം നന്നായിരിക്കണം. ബുക്ക് വാല്യൂ 100ൻ്റെ മേലൊക്കെ ഉള്ളതാണ് നല്ലതാണ്. പക്ഷേ ഇതിൻ്റെ ഈ പ്രൈസ് എന്താണെന്ന് വെച്ചാൽ അതിനോട് കമ്പയർ ചെയ്തിട്ട് വേണം ഉദാഹരണത്തിന് നോക്കാൻ വേണ്ടിയിട്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു 650 രൂപ വിലയുള്ള സ്റ്റോക്കാണെങ്കിൽ 650 അതിൻ്റെ റേറ്റ്, മാർക്കറ്റ് റേറ്റ് വെച്ചാൽ ഒരു 100 110 ഇനിയിപ്പോൾ ഒരു 88 ഒക്കെ ഉള്ള ഒരു ബുക്ക് വാല്യൂ ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അതിൽ നോക്കാനുള്ളത്. അപ്പം അത്തരം കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയാനുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് ഇതിൻ്റെ തിജോറിയിലൂടെ ഇത് എടുക്കാൻ പറ്റുക. അപ്പോൾ ഈ വോളിയം കൂടുന്തോറും ഡെലിവറി വോളിയം കൂടുന്തോറും സ്റ്റോക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്വിംഗ് ട്രേഡിങ്ങിനോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിനോ വാങ്ങിക്കാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒരെണ്ണത്തിനും കൂടി നമുക്ക് വേണമെങ്കിൽ നോക്കാം ഒരു സൗകര്യത്തിന് വേണ്ടി. ട്രെൻഡ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് ഇത്. ട്രെൻഡ് എന്ന് പറയുന്നത് ഈ റിലയൻസിൻ്റെ ഒരു അപ്പാരൽ കമ്പനിയാണ്. അപ്പാരൽസ്, ക്ലോത്ത് അതൊക്കെ വിൽക്കുന്നത്. പക്ഷെ നല്ല ഈ അടുത്ത കാലത്ത് നല്ല കയറി പോയിട്ടുള്ള കമ്പനിയാണ്. പക്ഷേ ഈ കമ്പനി ഇപ്പോൾ സർവിലൻസിലാണ്. അതായത് ഇത് ഓവർ വാല്യൂ ആണ്. അത് സെബി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഉദാഹരണത്തിന് കാണിക്കുകയാണ്. അപ്പോൾ അതല്ലെങ്കിൽ അത് വേണ്ട, നമുക്ക് ABB നോക്കാം. ABB നല്ലൊരു കമ്പനിയാണ്, ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ്. ABBയുടെ ഇപ്പോൾ നമുക്ക് ഇതിൽ പോയി ഇപ്പോൾ ABB വന്നിട്ട് നമ്മൾ ഇതിൻ്റെ 3 ഡോട്ട്സ് നോക്കിയിട്ട് ഇതിൽ ഫണ്ടമെൻ്റൽസിൽ പോകുന്നു. ഫണ്ടമെൻ്റൽസിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓവർവ്യൂവിൽ നമ്മൾ വന്നു. ഇത് പക്ഷേ ഇത് മാറി ഹാലിലേക്കാണ് പോയിട്ടുള്ളത്. ഹാല് വേണ്ട, നമുക്ക് ABBയിലേക്ക് തന്നെ പോകും. അത് മാറിപ്പോയിട്ടുണ്ട്. ഫണ്ടമെൻ്റൽസ് ABBയുടെ ഒരു ഓവർവ്യൂവിൽ വരണം. ഇപ്പോൾ അത് ഈവൻസിലാണ് കിടക്കുന്നത്. ഈവൻസിൽ നിന്ന് ഓവർവ്യൂവിലേക്ക് വന്നു. ഓവർവ്യൂവിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതും അതേപോലെ തന്നെ ഡെലിവറി വോളിയം ഉള്ള ഒരു കമ്പനിയാണത്. ഇപ്പോൾ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇപ്പോൾ വലിയ കൂടിയ ഒരു ഇതില്ല. ഇപ്പോൾ ലാസ്റ്റ് വന്നിട്ട് 19-ാം തീയതി 44.4%. അതേ സമയത്ത് ഇത് കൂടി വരുന്നുണ്ട്. ഇതിപ്പോൾ 32 ഇതിലൊക്കെ ആയിരുന്നു കിടന്നത്. ഓഗസ്റ്റ് 7-നൊക്കെ 32-ലാണ് കിടന്നിരുന്നത്. പിന്നെ അത് 33 ഇപ്പം ഇങ്ങനെ കൂടി വരുന്നുണ്ട്. 35 ഓഗസ്റ്റ് 14 35. അപ്പോൾ ഇത് കൂടി വന്നിട്ട് ഇപ്പോൾ ലാസ്റ്റ് ക്ലോസിംഗ് ഡേയുടെ അവിടെ വന്നപ്പോൾ 44 ആയിട്ടുണ്ട്. അപ്പോൾ ABB നല്ലൊരു കമ്പനിയാണ്. അതിപ്പോൾ ഇത്തിരി അണ്ടർ വാല്യൂ ആണ്. അണ്ടർ വാല്യൂ എന്ന് പറയാൻ പറ്റില്ല, ആവറേജ് ഒരു വാല്യൂ ആണ്. പക്ഷേ ഇപ്പോൾ ഇത്തിരി കറക്ഷൻ ഉണ്ടായിട്ടുണ്ട്. ഈ സമയത്ത് ഇപ്പോൾ ഇത് വാങ്ങിക്കാൻ പറ്റിയ കമ്പനിയാണ്. അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റിൽ റിസൾട്ടുകളൊക്കെ വരാൻ പോകുന്നുണ്ട്. റിസൾട്ട് നന്നാവുന്നുള്ള പ്രതീക്ഷയിൽ ആൾക്കാർ നിൽക്കിയപ്പോൾ സ്വാഭാവികമായിട്ടും വാങ്ങിക്കും. പക്ഷേ റിസൾട്ട് ബേസ് ചെയ്ത് വാങ്ങിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസൾട്ട് വരുന്നതിന് ഒരു ദിവസം 2 ദിവസം മുന്നേ വിൽക്കുന്നതാണ് നല്ലത്. കാരണം റിസൾട്ട് എങ്ങനെ വരും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ ചിലപ്പോൾ താഴോട്ട് പോകാനും സാധ്യതയുണ്ട്. അത്രയും കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ റിസൾട്ട് വന്നാലും പിടിച്ച് നിൽക്കാൻ പാടുള്ളൂ. പരമാവധി വിറ്റ് കഴിഞ്ഞിട്ട് കിട്ടിയ ലാഭത്തെ ഒഴിയണം കുറെ കൂടി അതിൽ ബുദ്ധി. പിന്നെ ഇത്രയൊക്കെയാണ് നമുക്കതിനെക്കുറിച്ച് പറയാനുള്ളത് ഈ അധ്യായത്തിൽ. പിന്നെ മാർക്കറ്റിൽ നമ്മുടെ ഷെയർ മാർക്കറ്റിനെ കുറിച്ചുള്ള പുസ്തകം ലഭ്യമാണ്. താല്പര്യമുള്ളവർക്ക് വാങ്ങിക്കാം. ഇത് ഷെയർ മാർക്കറ്റ് റിവ്യൂ എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനിലും വാങ്ങിക്കാം, അല്ലാതെ ഷോപ്പുകളിലും കിട്ടും. ലീവ് പബ്ലിഷേഴ്സാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇത് കൂടാതെ നമ്മുടെ സാഹിത്യ പുസ്തകങ്ങളുണ്ട്. കുറേ പുസ്തകങ്ങളുണ്ട്. ഓൺലൈനിൽ ശ്രീജ വിളിക്കുന്നു, അത് DC ആണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. അതുപോലെ തന്നെ യാത്രാ പുസ്തകമായിട്ടുള്ള മരുഭൂമിയിലെ ഒട്ടക ജീവിതം, പിന്നെ ബുൾ ഫൈറ്റർ, ഇങ്ങനെ കുറേ പുസ്തകങ്ങളുണ്ട്. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. താല്പര്യമുള്ളവർക്ക് അത് വാങ്ങി വായിക്കാം. ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ, ലൈക്ക് ഇതൊക്കെ ചെയ്യണം, മറ്റുള്ളവരിൽ എത്തിക്കണം. അതുപോലെ തന്നെ നമ്മളിതൊരു സാമ്പത്തിക സാക്ഷരതാ യജ്ഞത്തിൻ്റെ ഭാഗമായിട്ടാണ് ചെയ്യുന്നത്. അതാണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. ആളുകൾക്കിടയിൽ സമ്പാദ്യശീലം കുറഞ്ഞു വരുന്നുണ്ട്, പ്രത്യേകിച്ചും പ്രവാസികൾക്കിടയിൽ. അതുകൊണ്ട് എല്ലാവരും സഹകരിക്കണം. അടുത്ത ഒരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നവരെ നന്ദി, നമസ്കാരം. ഞാൻ പുണ്യവർമ്മ സൈനുദ്ദീൻ, സൈനിങ് ഓഫ്.